ഒരു പേഷ്യൻ്റ് സ്ട്രോക്ക് വന്നു കഴിഞ്ഞാൽ ആള് ബി പി കൺട്രോൾഡായിട്ട് മാനേജ്ഡായിട്ട് ഒറ്റ ലെവലിൽ നിന്ന് പറയാവുന്ന രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്യണം. ഗ്ലൂക്കോസ് ലെവൽ അതുപോലെ തന്നെ വളരെ കറക്റ്റായിട്ടുള്ള ലെവൽസിൽ മെയിൻറ്റെയിൻ ചെയ്യണം. കൊളസ്ട്രോളിൻ്റെ ലെവലും അല്ലെങ്കിൽ ട്രൈഗ്ലിസറൈഡിൻ്റെ ലെവലൊക്കെ കറക്റ്റായിട്ട് മെയിൻറ്റെയിൻ ചെയ്യണം എന്നുള്ളതാണ്. അപ്പം ഇത് ഈ പറയുന്ന ബി പി മെയിൻറ്റെയിൻ ചെയ്യലും ഈ പറയുന്ന ഡയബറ്റീസിൻ്റെ ഗ്ലൂക്കോസ് മെയിൻറ്റെയിൻ ചെയ്യലും ഈ കൊളസ്ട്രോളും ട്രൈഗ്ലിസറൈഡ്സ് മെയിൻറ്റെയിൻ ചെയ്യലും മരുന്ന് വെച്ച് ശരിക്കും മാനേജ് ചെയ്യണം. അത് പക്ഷെ അതുപോലെ ഒരു സ്ട്രിക്റ്റായിട്ട് ഒരു കൺട്രോൾഡായിട്ട് വരില്ല. ചിലപ്പോൾ മരുന്ന് കഴിക്കുമ്പോൾ കുറയും, പിന്നെ മരുന്ന് എടുക്കുമ്പോൾ കുറയും, പിന്നെ അത് കൂടും. അങ്ങനെയുള്ള ഒരു ദിവസം എടുത്തില്ലെങ്കിൽ തീർന്നു. അപ്പോൾ അത് ഈ ഗ്ലൂക്കോസിൻ്റെ കാര്യമാണെങ്കിലും ശരി, കൊളസ്ട്രോളിൻ്റെ കാര്യമാണെങ്കിലും ശരി, ഇതിലൊക്കെ ഇങ്ങനെയാണ് വരുന്നത്. അപ്പം ഒരു ആൾക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അയാൾക്ക് ഇത് അല്ലാത്ത രീതിയിൽ അയാൾ ഇപ്പോൾ ഈ ലൈഫ് സ്റ്റൈൽ കറക്ഷൻ്റെ കാര്യം പറഞ്ഞുകൊണ്ട് ഈ ഇങ്ങനെ ക്ലിനിക്കലി സപ്പോർട്ടഡായിട്ട് ലൈഫ് സ്റ്റൈൽ കറക്ഷനിൽ കൂടെ അയാൾക്ക് എത്രമാത്രം ഇങ്ങനെ മരുന്നും ഈ ഡയബറ്റീസിൻ്റെ മരുന്നും ബി പിയുടെ മരുന്നും അല്ലെങ്കിൽ കൊളസ്ട്രോളും ട്രൈഗ്ലിസറൈഡിൻ്റെയൊക്കെ മരുന്നുകൾ ജീവിതശൈലി കറക്ഷനിൽ കൂടെ എത്രമാത്രം അത് കറക്റ്റ് ചെയ്യാൻ സാധിക്കും? ഞാൻ കാണാറുള്ള എൻ്റെ എക്സ്പീരിയൻസ് എന്ന് പറയുന്നതാണ്, നമ്മൾ വരുന്നപ്പം ചിലപ്പോൾ 3, 4, 5 ഡയബറ്റിക് ബി പിക്ക് വേണ്ടിയിട്ട് മരുന്ന് കഴിക്കുന്നുണ്ടാവും. പക്ഷേ എന്നാലും അവരുടെ ബി പി കൺട്രോൾ ആയിരിക്കില്ല. അത് ഇടയ്ക്ക് അത് ഫ്ലക്ച്വേറ്റ് ചെയ്യും. ബിക്കോസ് അതങ്ങനെയാണ്. ഒരു മരുന്നിലൊക്കെ കൺട്രോൾ കിട്ടുന്നവരാണെങ്കിൽ കുഴപ്പമില്ല. അവർക്ക് പിന്നെ റീസണബിൾ കൺട്രോൾ ഉണ്ടാകും. പക്ഷേ 3, 4 മെഡിസിനിൽ ഒരാൾക്കും കൺട്രോൾ കിട്ടാറില്ല. അവരുടെ ഒരു ഇച്ചിരി ദേഷ്യം വരിക, അല്ലെങ്കിൽ ഒരു സ്ട്രെസ്സ് വരിക, അല്ലെങ്കിൽ ഭക്ഷണം ഒന്ന് മാറ്റി കഴിക്കുക. ഇത് കഴിയുമ്പോഴേക്കും കാരണം എന്തുകൊണ്ട് ഈ ബി പി കൂടുന്നു എന്ന് മനസ്സിലാക്കാതെയാണ് നമ്മൾ ഓരോ മരുന്നുകൾ ട്രൈ ചെയ്യുകയാണ് ചെയ്യുന്നത്. ഡോക്ടർമാർ ഓരോ മെഡിക്കൽ ഫാർമസ്യൂട്ടി ആ മരുന്നുണ്ടാക്കിയ കമ്പനി പറയുന്നതനുസരിച്ച് അതിൻ്റെ ഗുണങ്ങളും ദോഷങ്ങളും ഒക്കെ അവർ ഒരു ലിസ്റ്റ് തരും. അത് വെച്ചുകൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും പറയുകയാണ്. നോക്കി അഡ്ജസ്റ്റ് ചെയ്ത് ട്രയൽ ആൻഡ് എററിൽ നോക്കിയാണ് ഈ പല മരുന്നുകളും തരുന്നത്. ഒരാൾക്ക് ചിലത് പറ്റും, ചിലത് പറ്റില്ല. എന്നാൽ ഇത് കിട്ടുന്നില്ലെങ്കിൽ അടുത്തത്, അല്ലെങ്കിൽ ഓരോന്ന് ആഡ് ചെയ്തുകൊണ്ടിരിക്കും. അല്ലെങ്കിൽ ഒത്തിരി മരുന്നായി കഴിഞ്ഞാൽ ഒന്നിന് പകരം മറ്റൊന്നാക്കി അങ്ങനെയൊക്കെ അഡ്ജസ്റ്റ് ചെയ്യാനാണ് നോക്കുന്നത്.